എന്നാൽ റോബോട്ടിക്കിലെ ഷാബ് അത് പറയില്ല കേട്ടോ. 100% വിശ്വസിച്ചോളി. ഈ വീഡിയോ കട്ട് ചെയ്ത് വെച്ചോളി. ഞാൻ ഇവിടുന്ന് കൊടുക്കുന്ന ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും ഇതിന്മേൽ ലോൺ കയറി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ നഷ്ടപരിഹാരം എത്ര വെച്ചാലും ഞാൻ ഏറ്റെടുത്തിരിക്കും. അതായത് വണ്ടിക്ക് പറഞ്ഞതിൽ കൂടുതൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ നിങ്ങൾ കണ്ടെത്തിയിട്ട് വണ്ടി ആ ചെക്കിംഗ് വാറണ്ടിൻ്റെ ഉള്ളിൽ തിരിച്ച് കൊണ്ടുവന്നാൽ അതെ കൊണ്ടുവന്ന അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിരിക്കും. ഒരു സംശയവും വേണ്ട. നമുക്ക് ഈ വണ്ടി കേരള രജിസ്ട്രേഷൻ ആയ 2 വീൽ ഓട്ടോമാറ്റിക് 2013 വണ്ടി ഒരു മെഗാ ഓഫർ. പൊതുവെ നോർത്ത് ഇന്ത്യൻ വണ്ടികൾക്ക് ഒരു വെളിപ്പേര് വെച്ചാൽ ഡൽഹി വണ്ടി എന്നാണ്. നമ്മുടെ ക്യാപ്ഷൻ പോലും അടക്കം ഡൽഹി വണ്ടി എന്ന് വരാറ്. അപ്പൊ അങ്ങനെ ഒരു ഡൽഹി വണ്ടി കിട്ടും. ഡൽഹി വണ്ടി എങ്ങനെയാ കാര്യങ്ങൾ? 2013 2 വീൽ ഓട്ടോമാറ്റിക് ആണ് വണ്ടി. അതിലും വേണമല്ലോ ഒരു ഓഫർ കൊടുക്കുക. എന്താണ് ഫോർച്യൂണർ മാത്രം ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഓഫർ കൊടുക്കണം. ഇത് നമ്മൾ 15 മാനുവലിന്റെ 4x2 റേറ്റ്. ഫോർച്യൂണറിന്റെ ഒരു ചാകര ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് വാഹനമാണ് അല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ, ഫോർച്യൂണർ മാത്രമുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത് റോബോട്ടിക് കാസിലാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റോബോട്ടിക്കിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ ചീനിക്കലാണ്. കോഴിക്കോട് പാലക്കാട് റൂട്ട് ചീനിക്കൽ ബസ് സ്റ്റോപ്പും ചീനിക്കൽ തന്നെയാ പേര്. ഓക്കെ, ചീനിക്കൽ ബസ് സ്റ്റോപ്പ് അവിടെ ഇറങ്ങിയിട്ട് അടുത്ത് തന്നെയാണ് ഹൈവേ സൈഡിൽ തന്നെ. വേറെ ക്രിസ്റ്റകളും ഇന്നോവകളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ഇത് ചെയ്യാന്ന് വെച്ചു. അതെ, ഇത് ഓഫർ വണ്ടികളുണ്ടോ? പിന്നെ ഓഫർ ഇല്ലാത്ത പരിപാടി നമ്മുടെ എല്ലാ ഓഫർ തന്നെയാണ്. കഴിഞ്ഞ ഒരു 3-4 വീഡിയോസിലായിട്ട് സ്പെഷ്യൽ ഓഫറിൽ ഒരുപാട് ഫോർച്യൂണർ കൊടുത്തുകൊണ്ടെന്നാണ്. ഇന്ന് ഓഫർ വണ്ടികളുണ്ട്, അല്ലാത്ത വണ്ടികളുണ്ട്. ഓഫർ വണ്ടികൾ അതേ കണ്ടീഷനിലാണ് നിങ്ങൾക്ക് തരിക. അത്രേ ഉള്ളൂ. ബാക്കി വേറെ എന്താ പറയാനുള്ള? എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ അല്ലേ? അപ്പോൾ 2025 നമ്മുടെ ആദ്യത്തെ വീഡിയോ റോബോട്ടിക് കാസിൽ വെച്ചിട്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയും നമ്മൾ എപ്പിസോഡ് ചെയ്യേണ്ട ഇന്നോവ ക്രിസ്റ്റകളൊക്കെ ഉള്ള എപ്പിസോഡുകൾ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ബാക്കി ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം. ആദ്യം നമുക്കൊരു ഓഫർ വണ്ടിയിൽ തന്നെ തുടങ്ങാം. KL 84 റിയായ ഫോർച്യൂണർ ആണ്. 2013 2 വീൽ ഓട്ടോമാറ്റിക് 13 മോഡൽ. എങ്ങനെയാ ഓട്ടോയിൽ എങ്ങനെയാ? ഓട്ടം ഇതിൽ കാണിക്കുന്നത് 1 ലക്ഷം സംതിങ് ആണ്. ജെനുവിൻ ആവാൻ ചാൻസ് ഇല്ല. വണ്ടി മേജർ ആക്സിഡന്റ് തട്ടുമുട്ടും കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി തന്നെയാണ്. അത് ഉറപ്പിച്ച് പറയാം. അത് 100% നമുക്ക് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. കിലോമീറ്റർ നമ്മൾ ഉറപ്പിക്കുന്നില്ല, പക്ഷേ ഉറപ്പിക്കാൻ പറ്റുന്ന വണ്ടികൾ അങ്ങനെ തന്നെ പറയുകയും ചെയ്യും. ഇതിൽ കാണിക്കുന്ന 1.37 ആണ്. അതാവില്ല. ഓക്കെ, 2ന്റെ അടുത്തായിട്ടുണ്ടാവും. അല്ല, പൊതുവേ നമ്മളിപ്പോൾ ഒരു സാധാരണക്കാർ ഫോർച്യൂണർ എടുക്കണം എന്ന് വിചാരിച്ചാൽ ഇപ്പൊ ഇതൊരു സ്പെഷ്യൽ റേറ്റ് ആണല്ലോ. അപ്പോൾ എടുക്കണം എന്ന് ആഗ്രഹിച്ചാൽ എടുക്കുന്നതുകൊണ്ട് അവർക്ക് മെയിനായിട്ട് വരാൻ പോകുന്ന ഒരു ദോഷം മൈലേജിന്റെ മാത്രമായിരിക്കില്ലേ? മൈലേജിന്റെ എന്ന് വെച്ചാല് ഓൾറെഡി 12 കിലോമീറ്റർ മൈലേജ് എന്തായാലും ഫോർച്യൂണർ കിട്ടും. ഓട്ടോമാറ്റിക്കിന് കിട്ടും. അതായത് നമ്മള് പിന്നെ പറഞ്ഞ പോലെ ഇത് ഇവിടെ കളിക്കൊന്നും കിട്ടില്ല. അതായത് നോർമലി വരികയാണെങ്കിൽ 10 കിലോമീറ്റർ മൈലേജ് ആണ്. നമ്മളെ റോട്ടിലൊക്കെ 10 കിലോമീറ്റർ മൈലേജ് ആണ്. നമ്മളൊരു ഹൈവേയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 12 കിലോമീറ്റർ മൈലേജ് എന്തായാലും കിട്ടുന്നുണ്ട്. കാരണം എനിക്കത് അറിയാം. കാരണം നമ്മൾ ഡൽഹിയിൽ നിന്ന് വണ്ടി ഓടിച്ചിട്ട് വരുന്നുണ്ട്. നമ്മൾ ഫോർച്യൂണറൊക്കെ ഓടിച്ച് പോരുന്നുണ്ട്. അപ്പൊ നമുക്കൊരു കണക്കുണ്ട് ഡീസൽ അടിക്കുന്നത്. വേറെ എന്തെങ്കിലും ഹെവി എക്സ്പെൻസീവ് വരാൻ അങ്ങനെയൊന്നുമില്ല. ടയോട്ടല്ലേ വൈ മെയിൻ്റെനൻസ് അതെ വളരെ കമ്മിയാണ്. ഒന്നുമില്ല. ആഗ്രഹം ഉണ്ടാവും. കാരണം ഒരുപാട് പേര് ഇപ്പൊ അന്വേഷിച്ച് നടക്കുന്ന ഒരു സംഭവമാണ്. അതാണ്. ഓക്കെ, അപ്പൊ ഇത് 2013 ഏതാ ഓപ്ഷൻ വരുന്നത്? 2 വീൽ ഓട്ടോമാറ്റിക്. എത്ര കൊടുക്കുക ഇത് നമ്മളൊരു അടിപൊളി ഒരു ഓഫർ ഇടും. ഇന്ന് കേരളത്തിലുള്ള ഒരു ഷോറൂമാർക്ക് കൊടുക്കാൻ പറ്റാത്ത റേറ്റ് എത്ര ആയിരിക്കും? അത് റീവണ്ടി നമ്മൾ നമ്പർ ആക്കാതെ NOC 10.25 ലക്ഷം രൂപ അല്ലേ? 10.25 കൊടുത്തു. നമുക്ക് ഈ ഒരു വണ്ടി ഇന്നിവിടെ മാർക്കറ്റിൽ കൊടുക്കേണ്ടത് ഞാൻ കണ്ടില്ല. ചില ആൾക്കാർ കമന്റിന്റെ അടിയിലുണ്ടല്ലോ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്നല്ല. സാധനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് ഈ വണ്ടി കേരള രജിസ്ട്രേഷൻ ആയ 2 വീൽ ഓട്ടോമാറ്റിക് 2013 വണ്ടി ഒരു മെഗാ ഓഫർ 12.25 ലക്ഷം രൂപ കൊടുക്കുക. 12,25,000 കേരള നമ്പർ ആയി. ഇനി ഒന്നും നിങ്ങൾ അഡീഷണൽ ടാക്സോ കാര്യങ്ങളോ ഒന്നും കേട്ടാനില്ല. ഓക്കെ, 12.25 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു ഫോർച്യൂണർ കൊണ്ടുപോകും. വേറെ വർക്കൊന്നുമില്ല അല്ലേ? ഇതിനൊന്നും ചെയ്യേണ്ട. അതൊക്കെ നമ്മൾ ഡെലിവറി കൊടുക്കുമ്പോൾ വാഷിങ്ങും പോളിഷിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്ത് കൊടുത്ത് നല്ല വൃത്തിക്കാക്കിയിട്ട് തന്നെ തരുള്ളൂ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ബ്ലാക്ക് ആണ്. 4 ബ്ലാക്ക് നിരന്ന് കിടക്കുന്നുണ്ട് ഒരുമിച്ചുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഇത് ഹരിയാന രജിസ്ട്രേഷനിൽ കിടക്കുന്നത്. എങ്ങനെയാ കാര്യങ്ങൾ? റയർ പീസാണ്. 4x4 ഓട്ടോമാറ്റിക്. 4x4 ഓട്ടോമാറ്റിക് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊന്ന് കാണിച്ചിരുന്നു. ഇത് 4x4 ഓട്ടോമാറ്റിക് ആണ് വണ്ടി. 2 ലക്ഷം കിലോമീറ്ററിന് അടുത്ത് ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ വരുന്ന വണ്ടിയാണ്. ആ 2 ലക്ഷത്തിനടുത്ത് ജെന്യുവിൻ സർവീസിലുണ്ട്. സർവീസ് പ്രോപ്പർ ഉണ്ട്. വേറെ ആക്സിഡന്റോ കാര്യങ്ങളോ അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉണ്ട്.
ഓക്കെ. NOC എവിടെയെങ്കിലും എടുത്തോ? എടുത്തിട്ടില്ല. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് NOC എടുത്തു കൊടുക്കാം. എത്ര മോഡൽ പറഞ്ഞത്? 2015 4x4 ഓട്ടോ. 15 അല്ലേ? അതെ അതെ, 4x4 ബ്ലാക്ക് കളറാണ്. നല്ല നീറ്റും ക്വാളിറ്റി വണ്ടിയാണ്. വേറെ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, പൊളി വണ്ടിയാണ്. ഒരു സ്പെഷ്യൽ വേണമെങ്കിൽ നമുക്ക് NOC കൊടുക്കാം. എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 13,45,000 രൂപയ്ക്ക് NOC കൊടുക്കാം. മാറണമെങ്കിൽ എത്രയാവും? മാറണമെങ്കിൽ ഇതിനൊരു 2.25 ലക്ഷം രൂപ മാറാൻ. 2.25 മാറാനാണല്ലേ? ഓക്കെ. 2015 4x4 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. നല്ല ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് വരാം. അടുത്ത ഉത്തരാഖണ്ഡ് രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയാ? 2015 സെയിം 2 ഇത് 4x2 ആണ്. മോഡൽ സെയിം ആണ്. 2015 4x2 ഓട്ടോമാറ്റിക്. 4x2 ഓട്ടോമാറ്റിക്. ഓക്കെ. 220 ഓട്ടം. ജെന്യുവിൻ തന്നെ. ഓക്കെ, ഒരു തട്ടോ മുട്ടോ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ആദ്യം പറയുന്നുണ്ട് കേട്ടോ, നമ്മൾ തരുന്ന വണ്ടിയിൽ ഏത് വണ്ടിയാണ് മേജർ ആക്സിഡന്റ്, ഫ്ലഡ്, ടോട്ടൽ ലോസ്, ഇതിന് 100% എഞ്ചിനും ഗിയർ ബോക്സിനും ഈ 5 കാര്യങ്ങൾക്ക് 100% നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ. 15 ദിവസം ചെക്കിംഗ് വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. 15 ദിവസം നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയി ചെക്ക് വാറണ്ടി, എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. തിരിച്ച് അതേ എമൗണ്ട് തിരിച്ചു കൊടുക്കാം. അതേ എമൗണ്ട് തിരിച്ചു കൊടുക്കും. ചില ആളുകൾ ഇതുണ്ട്, അങ്ങനത്തെ സംഭവം ഇന്നേ വരെ നമുക്ക് അങ്ങനത്തെ ഇതുവരെ സംഭവിച്ചിട്ടില്ല. തിരിച്ചെടുക്കേണ്ടി വാങ്ങേണ്ടി കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. പിന്നെ ചില ആളുകളുണ്ട് നമ്മുടെ അടുത്ത്, കസ്റ്റമർ തന്നെയാണ്, അത് നോക്കിയിട്ട് കാര്യമില്ല. 6 മാസം 7 മാസം കഴിഞ്ഞിട്ടൊക്കെ ഇതെന്താ ഇൻഷുറൻസ് കഴിഞ്ഞല്ലോ, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട്. പിന്നെ ടയർ പൊട്ടി, ഈ 6 മാസം ഇതായിട്ടുള്ളതൊക്കെ ഉണ്ടാവില്ലേ, വേറെ ടയർ പാർട്ട് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഏത് വണ്ടി എടുത്താലും മാറണം. അത് വേണ്ടി വരും. പുതിയ വണ്ടി എടുത്താലും അത് മാറണം. അങ്ങനത്തെ ഇഷ്യൂ മേജർ എന്ത് ഇഷ്യൂ ഉണ്ടോ ധൈര്യമായിട്ട് ബന്ധപ്പെട്ടോളി, നമ്മളത് തീർത്ത് കൊടുത്തിരിക്കും. തീർത്ത് കൊടുക്കാൻ പറ്റുന്ന കേസാണ് നമ്മൾ തീർത്ത് കൊടുക്കും. റീപ്ലേസ് ചെയ്യേണ്ട കേസാണെന്നുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യും. അതല്ല അതുമല്ലാന്നെങ്കിൽ വണ്ടി തിരിച്ചു മേടിച്ചിട്ട് ക്യാഷ് തിരിച്ചു കൊടുക്കും. അപ്പോൾ ഇത് 2020 ഓടിയ 2015 2 വീൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. വേറെ ക്ലെയിം ഒന്നുമില്ല. ഒരു ക്ലെയിം ഇല്ല. എത്ര ചോദിക്കുന്നത് ഈ വണ്ടിക്ക് നമ്മൾ NOCയിൽ 12,75,000 രൂപ NOC കൊടുക്കുക. NOC എങ്ങോട്ടും എടുത്തിട്ടില്ല, എങ്ങോട്ട് വേണമെങ്കിൽ എടുത്തു കൊടുക്കാം. പൊതുവെ നോർത്ത് ഇന്ത്യൻ വണ്ടികൾക്ക് ഒരു വെളിപ്പേര് എന്ന് വെച്ചാൽ ഡൽഹി വണ്ടി എന്നാണ്. നമ്മുടെ ക്യാപ്ഷൻ പോലും അടക്കം ഡൽഹി വണ്ടി എന്നാണ് വരാറ്. അപ്പൊ അങ്ങനെ ഒരു ഡൽഹി വണ്ടി കിട്ടി. ഡൽഹി വണ്ടി എങ്ങനെയാ കാര്യങ്ങൾ? 2013 2 വീൽ ഓട്ടോമാറ്റിക് ആണ് വണ്ടി. കിലോമീറ്ററിൽ 160 കാണിക്കുന്നത്. ജെനുവിനാണ് ആവശ്യപ്പെടുക. വണ്ടി മേജർ ആക്സിഡന്റ്, തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് ക്വാളിറ്റി വണ്ടിയാണ്. മെക്കാനിക്കൽ ഭാഗങ്ങളും ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. ഓൾറെഡി മലപ്പുറത്തേക്ക് NOC എടുത്ത വണ്ടിയാണ്. എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതേപോലെ തന്നെ നമ്മളൊരു ഓഫർ കൊടുക്കും. നടക്കട്ടെ, 10 ലക്ഷം രൂപയ്ക്ക് NOC കൊടുക്കാം. 2013 2 വീൽ ഓട്ടോമാറ്റിക് NOCയിൽ 10 ലക്ഷത്തി പറഞ്ഞ പോലെ തന്നെ നമ്മളെ 12,15 ലക്ഷം രൂപയുടെ വണ്ടിയാവും. അതെ, എവിടെ കിട്ടൂല, എങ്ങനെ ചെക്ക് ചെയ്തോട്ടെ. ഈ വിലക്കൊന്നും ഇത്ര ക്വാളിറ്റി വണ്ടികൾ കേരള നമ്പറായിട്ട് നിങ്ങൾക്ക് കിട്ടും. 12,500 ഈ റേറ്റ് ഒന്നും തപ്പിക്കുളി വിളിക്കും, റോബോട്ടിക് തന്നെ തിരിച്ചു വരും. അതായത് ഇത് ആകെ ക്വാളിറ്റി വേറെ കുറവൊന്നുമില്ല, കിലോമീറ്ററിൽ ഉറപ്പ് പറയുന്നില്ല. അത്രേ ഉള്ളൂ. കിലോമീറ്ററിൽ മാത്രം നമ്മൾ ഉറപ്പ് പറയുന്ന കാലത്തുള്ളൂ, ബാക്കിയെല്ലാം അടുത്ത വണ്ടി വീണ്ടും ഒരു സ്റ്റൈലിഷ് ഫോർച്യൂണറാണ്. അതായത് ഗ്രില്ലൊക്കെ മാറ്റി ചെയ്തിട്ടുണ്ടല്ലോ. കിറ്റ് ചെയ്താണോ? അല്ല, കിറ്റ് ചെയ്താണ്. നിങ്ങളൊരു കാഴ്ചപ്പാടുള്ളത് എത്രയായിരിക്കും മോഡൽ? 15 തന്നെ അല്ലേ? അങ്ങനെ 15 മോഡൽ വീണ്ടും 2010 മോഡല് വണ്ടിയാണ്. 4x4 മാനുവൽ പോയി ഫുള്ള് വർക്ക് എടുത്ത വണ്ടിയാണ്. മേജർ ആക്സിഡന്റ്, തട്ടുമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. അത് നമ്മളിങ്ങനെ എല്ലാത്തിനും പറഞ്ഞ സംഭവം അങ്ങനത്തെ അല്ലാതെ വണ്ടി നമ്മൾ പർച്ചേസ് ഇവിടെ കൊടുത്തു നോക്കില്ല. അതിലൊക്കെ നമ്മൾ ഗ്യാരണ്ടി അറിയില്ലേ, നമ്മൾ എഗ്രിമെന്റ് വാക്കുകൊണ്ട് മാത്രം പറഞ്ഞു പോകുന്ന ആൾക്കാരല്ല, എഗ്രിമെന്റ് ആക്കി കൊടുക്കുന്നുണ്ട്. മെക്കാനിക്കൽ സൈഡ് മാത്രം പറഞ്ഞു. മെക്കാനിക്കൽ ഭാഗങ്ങൾ കാര്യങ്ങളൊക്കെ ഫുൾ ടൈറ്റ് വണ്ടി, നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. ഓൾറെഡി NOCക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. NOC ഇഷ്യൂ ആയിട്ടില്ല. 4x4 മാനുവൽ. ഇത്രയും ക്വാളിറ്റി ആയിട്ട് വർക്ക് എടുത്ത വണ്ടിയാണ്. ബ്ലാക്ക് ആണ് കളറ്, സ്പോർട്ടി ലുക്കിൽ ചെയ്ത വണ്ടിയാണ്. ഇതിന്റെ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് 1,96,000 കിലോമീറ്ററാണ്. ജെനുവിനാണ്. ഇത്രയും നോക്കിയതാ. വേറെ തട്ടോമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടി മൊത്തത്തിൽ നീറ്റാണ്. കാണുമ്പോ തന്നെ ആ ഒരു 2015 ലുക്കില്ലേ. ചിലപ്പോ ഇതിന്റെ അടുത്ത് നിർത്തിയിട്ടുണ്ട്. എന്തായാലും സ്റ്റൈലായിട്ടുണ്ട് സംഭവം. അടിപൊളി വണ്ടി. അപ്പോ ഇതിന്റെ പ്രൈസ് എങ്ങനെയാ? ഇത് നമുക്കൊരു NOCയില് ഇത് നമ്മളിപ്പോ ഓൾറെഡി സത്യത്തിൽ ഇതിന്റെ തുണവണ്ടികളൊക്കെ വർക്ക് എടുത്താണ് 10-10.5 ലക്ഷം രൂപയ്ക്ക് കൊടുത്തത്. എൻ്റെ അടുത്ത് എഗ്രിമെന്റ് ഞാൻ കാണിച്ചു തരാം. കാരണം ഇതിപ്പോ വർക്ക് എടുത്ത് ഇറങ്ങിയിട്ടേ ഉള്ളൂ, 4 ദിവസമായിട്ടുള്ളത് എത്തിയിട്ട്. നമുക്ക് ഈ വണ്ടി ഒരു 9 ലക്ഷം രൂപയ്ക്ക് നമുക്ക് NOC കൊടുക്കാം. 9 ലക്ഷത്തിന് 2010
സോറി 2010 അല്ലേ 2010 4x4 മാനുവൽ വാഹനം കൊണ്ടുപോകാം. ഇത്രയും ക്വാളിറ്റി ആയിട്ട് വർക്ക് എടുത്ത് TDR കിറ്റ് കാര്യങ്ങൾ മൊത്തം ഇനി കൊണ്ടുവന്ന ആൾക്ക് അങ്ങ് ഡീസൽ അടിച്ച് ഓടിയാൽ മതി. ഫുൾ പേപ്പർ ഫിറ്റിൽ കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ടാണ് അങ്ങനെ മാറണമെങ്കിൽ ഇപ്പൊ 25 ആയല്ലോ പേപ്പർ 40,000 രൂപ 40,000 അത്രേ ഉള്ളൂ. ഇനി 40 വരില്ല, 40 താഴോട്ട് ഇനി അതും വരില്ല, അതാണ് ചോദിച്ചത്. അതിന് താഴോട്ട് വരാം. അടുത്ത UP രജിസ്ട്രേഷൻ കിടക്കാണ് ഫോർച്യൂണർ. പറഞ്ഞോളൂ. 2013 2 വീൽ ഓട്ടോമാറ്റിക് 13 2 വീൽ ഓട്ടോമാറ്റിക് അല്ലേ? 140 ജെനുവിൻ സർവീസ് ഓട്ടോമാറ്റിക്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. അവിടെ NOC ഓൾറെഡി ഞാൻ മലപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞു. ഇതൊക്കെ കസ്റ്റമർ അന്ന് വണ്ടി ഡെലിവറി എടുക്കുന്ന മുന്നേ തന്നെ NOC എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചില പാർട്ടിക്കാർ അങ്ങനെ ഉണ്ട്, ഡീലർ ഓണർമാർ. അവർ NOC ഇഷ്യൂ ആയതിനു ശേഷം മാത്രമേ വണ്ടി ഡെലിവറി ചെയ്തു. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്തായാലും NOC ഇഷ്യൂ ആക്കി തന്നെ എടുക്കണം. രക്ഷയില്ല. KL10 എടുത്തിട്ടുണ്ട്. അപ്പോൾ മലപ്പുറംകാരുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ പെരുമ്പണ്ട് ഇതൊക്കെ ഏറ്റവും ക്വാളിറ്റി വണ്ടിയാണ്. ഒരു ആക്സിഡന്റോ കാര്യങ്ങളോ മെയിൻ ക്ലാസ് പോലും റീപ്ലേസ് ഇല്ല. അത്രയും ക്വാളിറ്റി ഉണ്ട്. നമുക്കിതൊരു 11 ലക്ഷം രൂപയ്ക്ക് NOC കൊടുക്കും. 2013 2 വീൽ ഓട്ടോമാറ്റിക് 11 ലക്ഷത്തിന് ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ ഇങ്ങോട്ട് മാറുന്നുണ്ടെങ്കിൽ ഒരു 180 റേഞ്ചിലൊക്കെ വരുള്ളൂ. ഓക്കെ. അടുത്തത് ഒരു ബ്ലൂ കളർ ഫോർച്യൂണർ ആണ്. UP രജിസ്ട്രേഷനിൽ കിടക്കുന്ന വാഹനം. എങ്ങനെയാ കാര്യങ്ങൾ? 2014 4x2 മാനുവൽ ആണ്. 4x2 മാനുവൽ. അതെ. ഓക്കെ. മേജർ ആക്സിഡന്റോ തട്ടമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതില്ല, ഗ്യാരണ്ടി തന്നെയാണ്. 2 ലക്ഷം കിലോമീറ്ററിന് അടുത്താണ് വണ്ടി ഓടിയിട്ടുള്ളത്. ജെനുവിൻ തന്നെയാണ്, വേറെ വിഷയങ്ങളോ കാര്യങ്ങളോ ഇല്ല. മലപ്പുറത്തേക്ക് NOC എടുത്ത വണ്ടി. മലപ്പുറം NOC ആയി കഴിഞ്ഞു. 4x2 മാനുവൽ. അതെ. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പ്രാവശ്യം എൻക്വയറി ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് മാനുവലാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ തന്നെ 4-5 വണ്ടി ഇപ്പോൾ ഈ പ്രാവശ്യം ഞാൻ കൂടുതലും മാനുവലാണ് പർച്ചേസ് ചെയ്തിരുന്നത്. ഓക്കെ. 1-2 വണ്ടി മാത്രമേ ഉള്ളൂ, വേറെല്ലാം തീർന്നു. അത് ശരി. നല്ല എൻക്വയറി ഉള്ള വണ്ടി ഇപ്പോൾ മാനുവലാണ്. 2014 വണ്ടി NOC KL10 എടുത്തു. അതെ. ഇതിപ്പോൾ എത്ര കൊടുക്കാൻ പറ്റും നമുക്ക്? ഇത് നമുക്കൊരു 11,10,000 രൂപയ്ക്ക് നമുക്ക് NOC കൊടുക്കാം. ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ 170 NOCയിലും വരും. 11,10 ഇറക്കാൻ പറ്റും. അങ്ങനെ 12,80 ആയാൽ കേരള നമ്പർ ആക്കാം. 100%. 2014 4x2 മാനുവൽ വാഹനമാണ്. 2 വീൽ മാനുവൽ വാഹനം. എന്തായാലും ഇത് ഇപ്പോൾ ലോണിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇവിടെ? ഞാൻ എല്ലാ വണ്ടിക്കും ചോദിക്കുന്നില്ല. ഓക്കെ. ഇതിപ്പോൾ നമ്മൾ നമ്പർ ആയതിനു ശേഷമാണ് ലോൺ ചെയ്ത് കൊടുക്കുക. കേരള രജിസ്ട്രേഷൻ ആയതിനു ശേഷമാണ് നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കുക. 90% നമുക്ക് ഏത് വണ്ടിയിലും 90-95% പ്രൊഫൈലിനനുസരിച്ച് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലൊരു വിഷയം കേട്ടോ ഒന്ന് പറയണ്ട്. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഇതിൻ്റെ മുന്നേ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ വീഡിയോയിൽ പറയുന്നത് എന്ത് ഉത്തരവാദി നമ്മൾ ഏറ്റെടുക്കും വണ്ടി തട്ടിയാൽ ഇതാക്കും എന്നൊക്കെ. അപ്പോൾ ഇതിൽ ഒരുവിധം കസ്റ്റമർക്കൊക്കെ ഒരു സംശയമുള്ളൊരു സംഭവമുണ്ട്. അതായത് വണ്ടി നമ്മളിവിടെ ഇത്രയും ഗ്യാരണ്ടി കൊടുത്ത് കൊണ്ടുപോകുന്ന വണ്ടിയാണ് അല്ലേ? നമ്മളെല്ലാ വണ്ടിക്കും ഗ്യാരണ്ടി കൊടുക്കുന്നതാണ്. അപ്പൊ ലോൺ ആയി കഴിഞ്ഞതിന് ശേഷം വണ്ടി ലോണിന്റെ കേസ് പറയണേ, ലോൺ ആയതിനു ശേഷം വണ്ടി ഡെലിവറി കൊടുക്കുന്ന ഒരു 80%-90% ആളുകൾക്കും നമ്മൾ ലോൺ ആയതിനു ശേഷമാണ് ഡെലിവറി കൊടുക്കുക വണ്ടി. ഓക്കെ. അപ്പോൾ അവർ ചോദിക്കും നമ്മൾ ലോൺ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴിഞ്ഞ ആളെ വണ്ടി കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. ഈ വണ്ടി കൊണ്ട് ചെക്ക് ചെയ്യുമ്പോൾ മേജർ ആക്സിഡന്റ് ഫ്ലഡോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് ലോണായി കഴിയുമ്പോൾ എന്തായാലും ലോൺ ക്ലോസ് ചെയ്ത് വന്ന് അവരെ കട്ടിങ് ചാർജ് മറ്റെടുക്കും ഒരു 10,000-50,000 രൂപ നഷ്ടം വരും പാർട്ടിക്ക്, കസ്റ്റമർക്ക് പോകും അല്ലേ? ഒരുവിധം ഷോറൂമാരൊക്കെ ഇതാ പറയാ, ഇവർ പറയും നമ്മളോട്, കസ്റ്റമറോട് പറയും ലോണായി ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും. എന്നാൽ റോബോട്ടിക്കിലെ ഷാബ് അത് പറയില്ല കേട്ടോ. 100% വിശ്വസിച്ചോളി. ഈ വീഡിയോ കട്ട് ചെയ്ത് വെച്ചോളി. ഞാൻ ഇവിടുന്ന് കൊടുക്കുന്ന ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും ഇതിന്മേൽ ലോൺ കയറി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിന്റെ നഷ്ടപരിഹാരം എത്ര വെച്ചാലും ഞാൻ ഏറ്റെടുത്തിരിക്കും. അതായത് വണ്ടിക്ക് പറഞ്ഞതിൽ കൂടുതൽ കംപ്ലൈന്റോ കാര്യങ്ങളോ നിങ്ങൾ കണ്ടെത്തിയിട്ട് വണ്ടി ആ ചെക്കിംഗ് വാറണ്ടിന്റെ ഉള്ളിൽ തിരിച്ച് കൊണ്ടുവന്നാൽ അതെ കൊണ്ടുവന്ന അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിരിക്കും. ഒരു സംശയവും വേണ്ട. ലോൺ ക്ലോസ് ചെയ്ത് അതിന് എന്താ എക്സ്പെൻസ് വരുന്ന വെച്ചാൽ അത് ഞാൻ ഏറ്റെടുത്തിരിക്കും. അത്രയും ഗ്യാരണ്ടി ആയിട്ട് നമ്മൾ വണ്ടി കൊടുക്കാം. അതിലൊന്നും സംശയമില്ല. അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ വീണ്ടും ഒരു വൈറ്റ് വന്നു. കിറ്റ് ചെയ്തേക്കുന്ന വാഹനമാണ്. UP രജിസ്ട്രേഷൻ ആണ്. ഓൾറെഡി NOC ഇങ്ങോട്ട് എടുത്ത വണ്ടിയാണ്. 2015 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. 2015 2 വീൽ ഓട്ടോമാറ്റിക് തന്നെയാണ് വണ്ടി ഉള്ളത്. വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓട്ടം ഇതിൽ കാണിക്കുന്ന 1,15,000 കിലോമീറ്റർ ആണ്. ജെനുവിനാണ്, ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഓക്കെ. വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടിയെല്ലാം നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. നമ്മൾ പറഞ്ഞ കാര്യം എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വണ്ടികൾ ഒരേതായി പോയില്ലേ? വണ്ടി ഒരു മാറ്റം വന്ന ഒരു സുഖം ഉണ്ടാവും. അപ്പോൾ 2015 2 വീൽ ഓട്ടോമാറ്റിക് ജെനുവിൻ കിലോമീറ്റർ ഉറപ്പിച്ച് പറയുന്നില്ല. എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്കൊരു 12.5 ലക്ഷം രൂപയ്ക്ക് NOC കൊടുക്കാം. NOC എവിടെ എടുത്തിട്ടില്ലല്ലോ? അല്ല, ഇത് എടുത്തിട്ടുണ്ട്. ഓക്കെ. ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ ഇങ്ങോട്ട് മാറുന്നുണ്ട് ഇതിന് 2,35,000 രൂപ കണ്ടുവരും.
ഞാൻ ഒരിക്കലും ഹൈവേ കൂടെ ഇങ്ങനെ പോകുമ്പോൾ, അതായത് മലപ്പുറം ഭാഗത്ത് ഇവിടെ ഷൂട്ട് ചെയ്തിട്ട് തിരിച്ച് പോകുമ്പോൾ ഇവിടെ കുറച്ച് ഇങ്ങനെ ഇന്നോവ നിരത്തിയിട്ട് കണ്ടു. അങ്ങനെ ഈ ഒരു യാർഡ് മാത്രം അങ്ങനെ കയറി അന്വേഷിച്ചപ്പോഴാണ് റോബോട്ടിക് കാസ് ഇതാണ് അറിഞ്ഞത്, എന്താണ് എങ്ങനെയാണെന്നൊക്കെ. അന്ന് തുടങ്ങിയാണല്ലേ? അന്ന് തുടങ്ങി. നമ്മളെ കൊറോണന്റെ ടൈമിൽ 2021 മാറി വന്ന സമയത്ത്, മാറി വന്ന സ്റ്റാർട്ടിങ് സമയത്ത്. ഓക്കെ, അപ്പൊ അന്ന് തുടങ്ങിയതാണ്. അന്ന് കൂടെ കൂടിയത് ഞങ്ങള്. അതെ, ഇത് UP രജിസ്ട്രേഷനുള്ള പഴയ ഷേപ്പ് ഫോർച്യൂണറാണ്, ടൈപ്പ് 1 വരുന്ന ഫോർച്യൂണർ. 2011-12 രജിസ്ട്രേഷൻ ആണ് വണ്ടി. ഒന്നും വർക്ക് ഒന്നും എടുക്കാനില്ല, നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ആ NOC നമ്മൾ എങ്ങോട്ട് എടുത്തിട്ടില്ല. എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് NOC എടുത്തു കൊടുക്കാൻ പറ്റും പെട്ടെന്നാണെങ്കിൽ. നമുക്ക് ഈ വണ്ടി ഒരു 7.25 ലക്ഷം രൂപക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് NOCയിൽ കൊടുക്കാം. 775 11 മോഡൽ 12 രജിസ്ട്രേഷൻ 4x4 മാനുവൽ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. NOC എവിടെ വേണമെങ്കിൽ എടുത്തു തരും. മാറണമെങ്കിൽ എത്ര വേണ്ടി വരും? ഇതിനൊരു 60-65 രൂപ മാറണമെങ്കിൽ. അത്രയും കണ്ടാൽ ഓക്കെ. മെക്കാനിക്കൽ വർക്കൊന്നുമില്ലല്ലോ? നല്ല ഒരു വർക്കില്ല, കംപ്ലീറ്റ് തീർത്ത വണ്ടിയാണ്. ഒരു പേടിയും പേടിക്കണം. അത് നമ്മൾ കൂടെ ഇങ്ങനെ പറയണ്ട. ഗ്യാരണ്ടി. അടുത്ത ഫോർച്യൂണർ ഇപ്രാവശ്യം കൂടുതൽ ഉത്തരാഖണ്ഡാണ് കാണുന്നത്. കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത്. എങ്ങനെയാ കാര്യങ്ങള്? 2016 മോഡൽ. മെയിൻ ഗ്ലാസ് പോലും റീപ്ലേസ് ഇല്ല. നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. നമ്മളിപ്പോ തന്നെ ചെറിയൊരു ഇതൊന്നല്ലേ, വണ്ടി ഒരുപാടായപ്പോഴേ ഈ വണ്ടി കാണാതെ പോയിരുന്നു. ഇതൊക്കെ കാണാതെ പോകാൻ പറ്റില്ല. കണ്ടതിൽ ഏറ്റവും മോഡൽ കൂടിയതല്ലേ? ആ മോഡൽ കൂടെ 16 ഓൾഡ് ഷേപ്പിൽ വരുന്നതിൽ 16 മോഡൽ ലാസ്റ്റ് ഇറങ്ങിയ വണ്ടിയാണ്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. 1,30,000 കിലോമീറ്റർ ജെനുവിൻ സർവീസുള്ള വണ്ടിയാണ്. 2 വീൽ ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് അവിടെ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. വണ്ടി മേജർ ആക്സിഡന്റോ തട്ടമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഇല്ല, NOC നമുക്ക് എങ്ങോട്ട് വേണം എടുത്തു കൊടുക്കാം. വേറെ ഒരു കുഴപ്പമില്ല, നല്ല നീറ്റ് വണ്ടി. എത്ര കൊടുക്കാം? നമുക്കിതൊരു ഫൈനൽ ഒരു 13.5 ലക്ഷം രൂപയ്ക്ക് NOC കൊടുക്കാം. 13.25 2016 2 വീൽ ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. മാറണമെങ്കിൽ ഇതിനൊരു 2,60,000 2,65 മാറണമെങ്കിൽ. കുറേ നേരമായില്ലേ ഫോർച്യൂണർ എന്ന് പറയുന്നു. ഇനി ഒന്ന് മാറ്റി പിടിക്കാം. ലെജൻഡർ കൺവേർട്ട് ചെയ്തതാണ്, ഫോർച്യൂണർ തന്നെയാണ് സാധനം. HR രജിസ്ട്രേഷനിൽ കിടക്കുകയാണ്. ഇനി ഒരു കൺവേർട്ട് ചെയ്താ ലെജൻഡർ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. 2017 സിഗ്മയാണത്. സിഗ്മ 4x4 ഓട്ടോമാറ്റിക്. 2 ലക്ഷം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. ജെനുവിൻ 10 to 10 സർവീസ് ഉള്ള വണ്ടിയാണ്. തട്ടമുട്ട മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. നമ്മൾ ഓൾറെഡി NOC എടുത്തിട്ടുണ്ട്. ഹരിയാന രജിസ്ട്രേഷൻ ആയതുകൊണ്ട് ഇനി അതുവേ കസ്റ്റമർക്ക് വലിയ വണ്ടികളൊക്കെ ആകുമ്പോൾ ജസ്റ്റ് പെട്ടെന്ന് കസ്റ്റമർ അവരുടെ രജിസ്ട്രേഷൻ തന്നെ ആവശ്യപ്പെടുന്ന വണ്ടികളാണ്. അപ്പോൾ നമുക്ക് മാറ്റി എടുത്തു കൊടുക്കണമെങ്കിൽ നമുക്ക് മാറ്റി എടുത്തു കൊടുക്കാൻ പറ്റുന്ന വണ്ടി കൂടിയാണ്. ഹരിയാന വണ്ടി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ വണ്ടി നമുക്ക് NOCയിൽ നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 23.5 ലക്ഷം രൂപയാണ്. 23,50,000 രൂപ 2017 സിഗ്മ. എന്തെങ്കിലുമൊക്കെ നമുക്ക് കുറച്ചും കൊടുക്കാം കേട്ടോ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. വണ്ടിയാണ് ഓപ്പൺ, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഈ ഒരു കൺവേർട്ട് ചെയ്താണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൺവേർഷന് അത്യാവശ്യം പൈസ ആവൂല. ഓക്കെ, അടുത്ത വണ്ടി. ഈ സൈഡ് ഫുൾ ഒരു കൺവേർഷൻ്റെ നിരയാണെന്ന് തോന്നുന്നു. അടുത്തത് ലെക്സസിന്റെ ഗ്രില്ല് ചെയ്തേക്കുന്നത് ഹരിയാന രജിസ്ട്രേഷൻ. എങ്ങനെയാ? 2016 2 വീൽ ഓട്ടോമാറ്റിക്. 16 2 വീൽ ഓട്ടോമാറ്റിക്. ഓക്കെ, എത്ര ഓട്ടം കാണിക്കുന്നത്? 1,62,000 കിലോമീറ്റർ ജെനുവിനാണ്. സോറി, 1,42 ജെനുവിനാണ്. ഞാൻ പിന്നെ നമ്പർ നോക്കി, ജെനുവിനാണ്. വേറെ വേച്ചറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് നമ്മളൊരു എല്ലാ മോഡലും നമ്മൾ ഓഫർ ഇടുമ്പോൾ ഇതിനും മോഡൽ ഓഫർ ഇടുക. ഇത് 2 വീൽ ഓട്ടോമാറ്റിക്. ഇത് നമ്മളൊരു ഓഫർ ഇടുക. എത്ര കൊടുക്കാം ഈ വണ്ടി? നമുക്കൊരു നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത് 13.4 1 ലക്ഷം റുപ്യ കമ്മിയാക്കിയിട്ട് 12.4 ലക്ഷം റുപ്യ നമുക്ക് NOC കൊടുക്കാം. 12,25,000 12,25,000 രൂപയ്ക്ക് 2016 2 വീൽ ഓട്ടോമാറ്റിക്. അതും ഫുള്ള് വർക്ക് എടുത്ത ലെക്സസ് ഗിറ്റൊക്കെ കയറ്റിയ ഫുൾ നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. താല്പര്യമുണ്ട് പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ഇതിങ്ങോട്ടേക്ക് മാറണം. എത്രയാവും? ഇതിങ്ങോട്ട് മാറി സെയിം അതന്നെ 260 ഉള്ളിൽ. അങ്ങനെ ഒരു മാറ്റം വന്നിരിക്കുകയാണ്. പഞ്ചാബിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മൾ. പഞ്ചാബ് ഫോർച്യൂണർ ആണ്. അതെ, കളർ മാറി, സിൽവറായി. എങ്ങനെ കാര്യങ്ങള്? 2015 മോഡൽ. ഇപ്രാവശ്യം കൂടുതലും 15 15 14 ഇപ്രാവശ്യം നമ്മുടെ അടുത്ത് വണ്ടിയില്ല. 14 മാനുവലിൽ മാത്രമേ ഉള്ളൂ. 14 നമ്മൾ ഓഫറിൽ കൊടുത്തോണ്ട്. അതെ. അപ്പോൾ ഇത് 15 15 4x4 ആണ് വണ്ടി. ഓട്ടോമാറ്റിക് തന്നെയാണ്. 4x4 ഓട്ടോമാറ്റിക്കിൽ വരുന്ന വണ്ടിയാണ്. 1,66,000 കിലോമീറ്റർ ജെനുവിൻ തന്നെയാണ്. വേറെ തട്ടമുട്ടോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും കാര്യമില്ല. NOC എടുത്തിട്ടില്ല. എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് NOC എടുത്തു കൊടുക്കാം. നമ്മളിതിന് മുന്നേ ബ്ലാക്ക് കൊണ്ട് കാണിച്ച് 13 സംതിങ്ങാണ്. ഇത് നമ്മളൊരു അതിലും വേണമല്ലോ ഒരു ഓഫർ കൊടുക്കുക. എന്താണ് ഫോർച്യൂണർ മാത്രം ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഓഫർ കൊടുക്കണം. ഇത് നമ്മൾ 15 മാനുവലിന്റെ 4x2 റേറ്റിന് 12.25 ലക്ഷം രൂപ കൊടുക്കാം. 12,70,75,000 രൂപ. 4x4
ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് 4x4 ഓട്ടോമാറ്റിക് 4x4 ഓട്ടോമാറ്റിക്. ഓക്കെ. റയർ പീസ് അല്ലേ. ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ ഇത് സെയിം 265 ആ റേഞ്ചിൽ സെയിം അല്ലേ. ഓക്കെ. അപ്പോൾ ഒന്ന് അന്വേഷിച്ച് നോക്കും മൊത്തത്തിൽ. അത് മൊത്തം അന്വേഷിച്ചിട്ട് നോക്കിയിട്ട് പോന്നാൽ മതി. ഒരു പേടി മേടിക്കണ്ട. ചെക്ക് ചെയ്തോളൂ നിങ്ങൾ. ഇത്രയും ക്വാളിറ്റി വണ്ടി ഈ റേറ്റിന് കിട്ടുന്നുണ്ടോ നിങ്ങൾ നോക്കി. ഓക്കെ. അങ്ങനെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അവസാനത്തെ വണ്ടിയായിട്ട് ഒരു പഴയ ഷിപ്പ് ഫോർച്യൂണർ ഉണ്ട്. UP രജിസ്ട്രേഷൻ. എങ്ങനെയാ കണ്ടികൾ 3 ആണ്. അതെ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇങ്ങോട്ടേക്ക് മാറണ്ടേ. പറഞ്ഞോളേ. 2010 മോഡലാണ് വണ്ടി. തട്ടുമുട്ട് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഓൾറെഡി NOC ഇങ്ങോട്ട് എടുത്ത വണ്ടിയാണ്. മലപ്പുറത്ത് രജിസ്റ്റർ ആക്കി കൊടുക്കാം. പക്ഷെ എന്നാലും നമുക്കൊരു ഓഫറാണ്. നമ്മൾ സാധാരണ കൊടുത്തോണ്ട് നമ്മളെ വീഡിയോയിലൊക്കെ പേപ്പർ എടുക്കണ്ടേ, ഈ പേപ്പർ എടുത്തിട്ട് കൊടുക്കാം. അതിൽ വേണ്ട, നമുക്കൊരു കാര്യം NOC വിടാം. ഫുൾ പേപ്പർ 5 വർഷത്തെ പേപ്പറും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടാണ് കൊടുക്കുക. നമ്പറാക്കി കൊടുക്കേണ്ട സമയമല്ല. 5 വർഷത്തെ. അതെ, സാധാരണ നമ്മൾ ഓഫർ റേറ്റിൽ ഇട്ടിരുന്ന വണ്ടി ഈ വണ്ടിക്ക് 7,10,000 രൂപയാണ്. നമുക്ക് കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ട് ഈ വണ്ടി 7,40,000 രൂപക്ക് കേരള രജിസ്ട്രേഷൻ ആക്കി 5 വർഷത്തെ പേപ്പർ ഇട്ട് ഫിറ്റ് ആക്കി കൊടുക്കുക. ഓക്കെ. 7,40,000 5 വർഷത്തെ പേപ്പറോട് കൂടി നിങ്ങൾക്ക് 2010 4x4 മാനുവൽ കൊണ്ടുപോകാൻ സാധിക്കും. വേറെ വർക്കൊന്നുമില്ല. കംപ്ലീറ്റ് വർക്ക് തീർത്ത് വെച്ചോണ്ട്. ഓക്കെ. എന്തായാലും തൽക്കാലം നമ്മൾ നിർത്താണ്. വീഡിയോയിൽ ഇത് ഒന്നായിട്ട് ചെയ്യാൻ പറ്റാത്ത വെയിൽ കൊണ്ട്. പക്ഷേ കുറച്ച് തണുപ്പുണ്ട് കേട്ടോ, പണ്ടത്തെ പോലെ കാറ്റെല്ലാം തണുപ്പുണ്ട്. അതുകൊണ്ടൊരു ആശ്വാസമുണ്ട്. എന്തായാലും ഒരുപാട് ക്രിസ്റ്റകളും ഇന്നോവകളും ഉണ്ട് ഇനിയും. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ തൽക്കാലം എന്തായാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് കാണിച്ച വാഹനങ്ങളെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് പോകാനുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർസ് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഷിയാബ് കാ, താങ്ക്സ്, ബൈ.